നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നാടകം ഒരു അമ്മായിയപ്പന്റെ രോദനമാണ്. അതും കേരളത്തിന്റെ സ്വന്തം മുഖ്യൻ മരുമോന് വേണ്ടി പ്രധാനമന്ത്രിയോടാണ് പ്രതിഷേധിക്കുന്നത്. കേരളത്തിൽ ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം അടുത്തിടെയായി രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തി. അതിന് പ്രതികാരമായി ഉച്ചയ്ക്ക് 12 മണിയോടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ സമാന്തര റോഡ് ഷോ സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതോടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായി കഴിഞ്ഞു. ഈ വിഷയത്തെ രാഷ്ട്രീയപരവും ഭരണപരവുമായി വിലയിരുത്തേണ്ടതുണ്ട്. ദേശീയപാത വികസന പദ്ധതികൾ സാധാരണയായി കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ NHAIയുടെയും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെയും നിയന്ത്രണത്തിലാണ് നടപ്പാക്കുന്നത്. എന്നാൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പങ്ക്, ഭൂമി ഏറ്റെടുക്കൽ, പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ ഏകോപനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സഹകരണം മാത്രമാണ്. അതിനാൽ തന്നെ ഇത്തരമൊരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് മാത്രം തന്നെയാണ് ആവശ്യമുള്ളത്. അതിനൊപ്പം മരുമോനും കൂടി ക്ഷണമുണ്ടെങ്കിൽ മാത്രമേ താൻ വരൂ, സഹകരിക്കൂ എന്നൊക്കെ ഒരു മുഖ്യനും സംസ്ഥാന സർക്കാരും നിർബന്ധം പിടിക്കുന്നത് ഒരുതരം ഉൾപ്പില്ലായ്മയാണ്. ഓസിന് മരുമോന് ലേശം ക്രെഡിറ്റും തുടർഭരണം കിട്ടിയാൽ മന്ത്രി കസേരയും കൊടുക്കാനുള്ള അരി കേരളത്തിലിനി വേവില്ല. കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഫണ്ട് നൽകുന്നത് എന്ന് തുറന്നു പറയാൻ പോലും ചങ്കൂറ്റമില്ലാതെ കേന്ദ്രത്തിനെ നാഴികയ്ക്ക് 40 വട്ടം പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമല്ല, അല്പത്തരമാണ്. ഉദ്ഘാടന ചടങ്ങുകൾ സാധാരണയായി കേന്ദ്ര മന്ത്രാലയങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് ക്ഷണിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കപ്പെടുന്നു. അതിനാൽ ഒരാളെ ക്ഷണിക്കാത്തത് രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടെയല്ല, മികച്ച പരിപാടിയുടെ ഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ചിലപ്പോൾ പരിപാടികൾ ചുരുക്കമായ രീതിയിൽ സംഘടിപ്പിക്കേണ്ടതും പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതുമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ വക്താക്കൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. റിയാസിനെ അടുത്ത മുഖ്യന്റെ കസേരയിൽ നിർത്താനുള്ള തന്ത്രങ്ങൾ പലതും കൂടെ നിന്നവർ തന്നെ ആദ്യമേ തിരിച്ചറിഞ്ഞു വെട്ടി. എന്നാലും അണിയറയിൽ മുഖ്യമന്ത്രി കസേര സ്ത്രീധനമായി കൊടുക്കാനുള്ള കുതന്ത്രങ്ങളാണ് മെനയുന്നതെന്ന് തിരിച്ചറിയാത്തവരല്ല കേരളത്തിലുള്ളവർ. അതേസമയം ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ ഘടകങ്ങളും അവഗണിക്കാൻ കഴിയും. ഇന്ത്യയിലെ ഫെഡറൽ രാഷ്ട്രീയത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ഭിന്നതകൾ മൂലം സങ്കീർണമാകാറുണ്ട്. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയും വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയധാരകളിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഒരു ഭരണപരമായ തീരുമാനവും രാഷ്ട്രീയ വിവാദമായി മാറ്റി മരുമോന് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് നിലവിൽ അമ്മായിയപ്പൻ എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന സമാന്തര റോഡ് ഷോയുടെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ ഉയരുന്നുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ജനാധിപത്യ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. സംസ്ഥാനത്തിന്റെ പങ്ക് അംഗീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ മാർഗമാണ് എന്ന് അവർ പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇത് അനാവശ്യമായ രാഷ്ട്രീയ നാടകമാണ് എന്ന് വ്യക്തമാണ്. യാഥാർത്ഥ്യത്തിൽ നോക്കുമ്പോൾ ഈ വിവാദത്തിൽ ഇരുവിഭാഗത്തിന്റെയും സമീപനങ്ങളിൽ ചില പോരായ്മകൾ കാണാം. കേന്ദ്ര സർക്കാർ സംസ്ഥാന മന്ത്രിയെ ചടങ്ങിൽ ഉൾപ്പെടുത്താത്തത് ഭരണപരമായ സൗഹൃദത്തിന്റെ കാഴ്ചപ്പാടിൽ ശരിയായ തീരുമാനമെന്ന് പറയാൻ പ്രയാസമാണ്. അതേസമയം സംസ്ഥാന സർക്കാർ സമാന്തര പരിപാടി സംഘടിപ്പിച്ച് വിവാദം ശക്തിപ്പെടുത്തുന്നത് പ്രശ്നപരിഹാരത്തിന് സഹായകരവുമല്ല. ഈ വിവാദം ഇന്ത്യയിലെ ഫെഡറൽ ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. വികസന പദ്ധതികൾ ജനങ്ങളുടെ നന്മയ്ക്കായുള്ളവയാണ്. അവ രാഷ്ട്രീയ മത്സരങ്ങളുടെ വേദിയാകരുത്. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയിട്ടത്. അതിനാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ഏകോപനവും ആശയവിനിമയവും ആവശ്യമാണ്. ഈ വിഷയത്തിൽ തെറ്റു മുഴുവനായും ഒരേ ഒരു ഭാഗത്താണ് എന്ന് പറയുന്നത് ശരിയാകില്ല. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ പങ്ക് കൂടുതൽ മാനിക്കേണ്ടതുണ്ട് എന്നത് വാസ്തവമാണ്. അതേസമയം സംസ്ഥാന സർക്കാരും വിവാദം വലുതാക്കുന്നതിന് പകരം സഹകരണപരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു. ജനങ്ങളുടെ വികസനമാണ് പ്രധാന ലക്ഷ്യമെന്ന ബോധത്തോടെ ഇരുവിഭാഗവും മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാവുക.